ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ? ആദ്യം തന്നെ മിൽക്കൊക്കെ ബോയിൽ ചെയ്തങ്ങ് മാറ്റി വെച്ച് പിന്നീട് നമ്മൾ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇന്ന് ചെറുപയർ കറിയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ചെറുപയർ എടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ അതിലേക്ക് ചേർത്ത് കുക്കറങ്ങ് അടച്ച് വിസിൽ വരാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ച് 2 വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ പയറുകറി റെഡിയാവും. പിന്നെ അതിലേക്ക് മസാല ചേർത്താൽ മതിയല്ലോ. അപ്പോഴേക്കും നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആവശ്യമായിട്ടുള്ള പുട്ടുണ്ടാക്കാം. ഇന്ന് ഞാൻ അരിപ്പുട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അരിപ്പുട്ടിനേക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. കാരണം അരിപ്പുട്ടായതുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. എത്രയും ടൈം എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത്രയും സോഫ്റ്റ് ആവും പുട്ട്. അങ്ങനെ അപ്പോഴത്തേക്കിനും നമ്മുടെ ഇവിടെ പയറുകറി റെഡി ആയിട്ടുണ്ടേ. പയറുകറിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഞാൻ ചേർത്ത് ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ വിട്ടുപോയേ. അതിന് ജീരകം, വെളുത്തുള്ളി, തേങ്ങയെല്ലാം അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്കിവിടെ ഒരു സബ്ജി ഉണ്ടാക്കാം. ഒരു ലോക്കി സബ്ജിയാണ്. ലോക്കി, ഇവിടെ ഇതിന് ലോക്കി എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ. മലയാളത്തിൽ ചൊരക്ക എന്ന് പറയും. ചൊരക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സവാള എടുത്ത് വഴറ്റി അതിലേക്ക് പച്ചമുളക് ഇട്ട് കുറച്ച് ഉപ്പിട്ട് വാഴാൻ വേണ്ടി വെച്ച് അപ്പോഴേക്കും നമുക്ക് ഈ ലോക്കി ഇട്ട് കൊടുക്കാം. ലോക്കി ഇട്ട് കുറച്ച് വാടുമ്പോഴത്തേക്കിനും നമുക്കിതിനേക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ ഉള്ള അതൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അത് വാടിയെടുത്ത് അപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. താങ്ക് യു.